ഹലോ ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അതായത് ഈ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. എന്ത് ആക്രി സാധനം കിട്ടിയാലും പറക്കി വയ്ക്കും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ ചപ്പലാണ്. 11 വർഷമായി കേട്ടോ. അപ്പോൾ അന്ന് ഡാമേജ് ആയപ്പോൾ ഇത് കളയാൻ മനസ്സില്ല, പെട്ടെന്ന് അങ്ങ് ചീത്തയായി. നമ്മൾ റിസപ്ഷന് യൂസ് ചെയ്തിട്ട് പിന്നെ അധികം ഉപയോഗിക്കില്ലല്ലോ. അങ്ങനെ ഞാനത് ഇളക്കി കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിലെ മെയിൻ പാർട്സൊക്കെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ അവരുടെ റൂം മൊത്തം ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആദ്യം ഒരു ഹെയർ ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൽ നിന്നാണ് ഇങ്ങനെ ഹെയർ ബാൻഡ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് പോയത്. അപ്പോൾ മെറ്റാലിക് ഹെയർ ബാൻഡ് എടുത്തു. ഞാൻ സ്റ്റോൺ ചെയിനും കൂടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എഡ്ജ് ഞാൻ ആദ്യം കവർ ചെയ്യുന്നു, കാരണം ആ എഡ്ജിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ടേപ്പ് കൊണ്ട് കവർ ചെയ്താലോ അല്ലെങ്കിൽ സാറ്റിൻ റിബൺ കൊണ്ട് കവർ ചെയ്താലോ മതി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 1-2 പേര് എനിക്ക് ഈ സാറ്റിൻ റിബൺ കൊണ്ട് എങ്ങനെ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ദിവസം ചെയ്യുമ്പോൾ ഞാനത് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ എന്താ വീതി കുറഞ്ഞ സാറ്റിൻ റിബൺ ഇല്ലായിരുന്നു. പിന്നെ കൂടുതലും കസ്റ്റമൈസേഷൻ ആയതുകൊണ്ടാണ് സാറ്റിൻ റിബൺ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഞാനിത് ആ സെൻറ്ററിൽ ആ ഒരു ഫ്ലവർ, കാരണം നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റോണൊക്കെ ഇപ്പോഴും ആ ഭംഗി പോവാതെ ഞാനൊരു കവറിലൊക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു അത് കാണാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കളയാതെ കൊണ്ട് വെച്ചിരുന്നത്. അതിന് ബാക്കിൽ അത് ഇളകി പോകാതിരിക്കാനായിട്ട് ചിലപ്പോൾ അങ്ങനെ നിൽക്കില്ല, അത് ഇളകിപ്പോവും. അതുകൊണ്ടാണ് ഫെൽറ്റ് ഷീറ്റിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇതൊരു കറക്റ്റ് റൗണ്ട് അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റൗണ്ട് കൊടുക്കാത്തത്. നമുക്ക് ഞാൻ കൂടുതലും ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഫെൽറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിൽ വെക്കുമ്പോൾ അതറിയില്ല. ചിലപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടപ്പെടായിക വരും ബ്ലാക്ക് ആകുമ്പോൾ, പക്ഷേ അത് ഹെയറിൽ വയ്ക്കുമ്പോൾ നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ്. അടുത്ത 2 സൈഡിലും അതിൽ കറക്റ്റ് അതേ പോർഷൻ ഇങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 സൈഡിലേക്ക് ഇങ്ങനെ വെച്ചു. അതിനൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് എന്താ പറയുക, ഒരുപാട് ഇത് ചെയ്തില്ല, കാരണം ആ ഒരു ഈ ഒരു ഫ്ലവേഴ്സിനൊരു ഭംഗിയുണ്ടായിരുന്നു നാച്ചുറൽ. അതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ബാക്ക് സൈഡിൽ ഞാനിതുപോലെ ചെറിയൊരു ഓരോ പീസ് ഇങ്ങനെ ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. കാരണം എന്താ പറയട്ടെ, അതല്ലെങ്കിൽ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പിള്ളേരൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ വലിക്കുകയാണെങ്കിൽ അത് ഇളകി വരും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 60 to 80 120 അങ്ങനെയുള്ള ആൾട്ടാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ ഗ്ലൂ ഗണ്ണിൻ്റെ പുറകിലുള്ള പ്ലാസ്റ്റിക് സ്റ്റിക്കില്ലേ, അത് മെൽറ്റ് ആവില്ല. നന്നായിട്ട് അത് മെൽറ്റ് ആയാൽ മാത്രമേ അത്രത്തോളം സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ സ്റ്റിക്കും മോശമായിരിക്കാം, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബാക്കിൽ ഒരു അറ്റാച്ച് കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇത്രയും വയ്ക്കുമ്പോൾ തന്നെ അത് വെറുതെ അങ്ങനെ വെച്ചാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ഒരു ഫിനിഷിങ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി ആഡംബരത്തിലേക്ക് പോയില്ല. 2 സൈഡും ജസ്റ്റ് ഒന്ന് സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് സ്റ്റോൺ ചെയിൻ എൻ്റെ ഒത്തിരി വീതി ഉള്ളതല്ല, ചെറുതാണുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് 2 ലെയറായിട്ട് 2 ലെയർ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം, ഗ്ലൂ ഗൺ അല്ല, നമ്മുടെ B7000 ഗ്ലൂ ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോൺ ചെയിൻ 2 ലെയറായിട്ട് എന്താ പറയുക ഇങ്ങനെ ഇത് ചെയ്തു കട്ടി. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ഭംഗിയുള്ളതൊക്കെ കൊണ്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയാവോ, നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വെച്ച് ഹെയർ ക്ലിപ്പോ ഒക്കെ ചെയ്തെടുക്കാം. ചെറിയൊരു ഫ്ലവറിൽ വെച്ചിട്ട് 2 ബീഡ്സ് ഒക്കെ കൊടുത്താലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചിരിക്കുക കേട്ടോ, വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഹെയർ ക്ലിപ്പൊക്കെ ഇളകിയതൊക്കെ ആയാലും അതിൽ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് അടുത്തൊരു അലിഗേറ്റർ ക്ലിപ്പിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 ഞാൻ ഒരുമിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ലെങ്കിൽ ആദ്യം ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, കുറച്ചുകൂടെ വീതിയുള്ളതാണെങ്കിൽ ഒറ്റ ലെയർ കൊടുത്താലും മതി. ഇതിപ്പോൾ ഒരൊറ്റ ലെയർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൊടുത്തെന്ന് പറയും, മോശമൊന്നുമില്ല. ഞാൻ 2 ലെയർ കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ കൊടുത്തു. കാരണം നമ്മളുടേതായതുകൊണ്ട് എങ്ങനെ വേണോ നമുക്ക് ചെയ്തെടുക്കാം, കസ്റ്റമൈസേഷനൊന്നും അല്ലല്ലോ. അപ്പോൾ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്താം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇങ്ങനെ ബാലൻസ് വരുന്നതിന് കൂടെ ഗ്ലൂ ഒക്കെ കൊടുത്തിട്ട് അങ്ങ് ഒട്ടിച്ചെടുത്തു. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ 3 ഫ്ലവേഴ്സ് കൊടുത്തിട്ട് വെറുതെ സ്റ്റോൺ ചെയിൻ കൊടുത്തിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം എന്തെങ്കിലും ഇതുപോലെ അറ്റാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് ബീഡ്സ് വെച്ച് ഒട്ടിച്ചിട്ട് ആയാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ ചെയ്താൽ മതിയാവും. ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. എടുക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് 2 ഒരുപോലെ ചേർത്ത് വയ്ക്കുക. കാരണം നമ്മൾ തുടങ്ങുന്നതിൻ്റെ അവിടെ വളരെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കണം. അവിടെ ഗ്യാപ്പ് വരില്ല. നമ്മുടെ ആ ഫ്ലവറിൻ്റെ എൻഡിങ്ങിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഇത് 2 ഇതുപോലെ ചേർത്ത് വെച്ചിട്ടാണ്
ചെയ്യുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു ലെയർ ഒട്ടിക്കുക, അടുത്തൊരു ലെയർ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു തുണിയോടെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ തുടച്ച് കളഞ്ഞിട്ട് വേണം ഒട്ടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചിട്ട് അടുത്ത സൈഡ് പിടിക്കുമ്പോൾ അത് ഇളകി വരും. അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നീ ഇതും കൂടെ ഒട്ടിച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ചെയ്തെടുക്കാം. നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന്. കാരണം നമുക്ക് എന്താ പറയുക, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇട്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഷോർട്സിൽ മാത്രമേ ഉള്ളുമായിരുന്നു. ഇതുപോലെ വേറെ 1-2 ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നല്ല കുഞ്ഞു കുഞ്ഞു ഹെയർ ബോസ് നമ്മുടെ ക്ലിപ്പിൽ നിന്നൊക്കെ ഇളകി വരുന്നത്, പിള്ളേരുടെ ഷൂസിലൊക്കെ ഉള്ളത്, അതിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ കിട്ടുന്ന ആക്രി സാധനങ്ങളൊക്കെ ആയാലും കളയാതിരിക്കുക, കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ അത് റീയൂസ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.